കുട്ടികളെ പരമാവധി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒന്ന്, അക്കൗണ്ടുകൾ എപ്പോഴും പ്രൈവറ്റ് ആക്കി സൂക്ഷിക്കുക, അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. മറ്റൊന്ന്, വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കിടരുത് എന്ന് നിർദ്ദേശിക്കുക. ലൊക്കേഷൻ ഷെയറിംഗ് സേവനങ്ങൾ എപ്പോഴും ഓഫ് ചെയ്യണം. പാസ്വേഡുകൾ സുഹൃത്തുക്കളുമായി പോലും പങ്കിടരുത്. അപരിചിതരോട് സംസാരിക്കുന്നതിനെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തണം. സൈബർ ബുള്ളിയിങ് ഉണ്ടായാൽ ഭയമില്ലാതെ തുറന്നു പറയാൻ പഠിപ്പിക്കുകയും വേണം. ദിവസേനയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കൃത്യമായ സമയം നിശ്ചയിക്കുകയും വേണം. പാരന്റൽ കൺട്രോൾ ടൂളുകൾ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. കുട്ടി സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളും ആപ്പുകളുമൊക്കെ കൃത്യമായി നിരീക്ഷിക്കുക. ഏതെങ്കിലും തരത്തിൽ ഹാനികരമായ ആപ്പുകളിൽ കുട്ടി എത്തുന്നില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പാക്കണം. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്ത് തന്നെ വെക്കാൻ മടിക്കേണ്ടതില്ല. കുട്ടി അമിതമായി ഫോണിൽ മുഴുകുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കുക. എങ്കിൽ അത് തടയുന്നതിന് വേണ്ടി കരുതലോടെയുള്ള നടപടികൾ എടുക്കുക. ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ കുട്ടിയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിയാൽ അതൊക്കെ വിപരീത പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. വിഷാദമോ ഒറ്റപ്പെടലോ അതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചാൽ വഴക്ക് പറയുന്നതിന് പകരം മാനസികമായ പിന്തുണ നൽകുക. ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുകയും ചെയ്യുക. അവർക്ക് മാനസിക ആരോഗ്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി ഓർമ്മിക്കണം. അപ്പോൾ പരമാവധി കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. പല വിദേശ രാജ്യങ്ങളും കുട്ടികൾക്ക് 16 വയസ്സിന് താഴെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ നിരോധിച്ചിട്ടുണ്ട് എന്നത് കൂടി ഓർക്കണം. ഏതായാലും റീലുകൾക്ക് വേണ്ടിയുള്ള തമ്മിൽ തല്ലിൽ നിന്ന് നമ്മുടെ കുട്ടികൾ മാറി നിൽക്കട്ടെ. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ഇതിൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്.